സ്വർണ്ണാഭരണ നിക്ഷേപ പദ്ധതിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ വാങ്ങി തട്ടിപ്പ് നടത്തിയ സ്പർശ ജ്വല്ലറി ഉടമകൾക്കെതിരെ നിക്ഷേപകർ രംഗത്ത്. അത് എൻ്റെ മകൾ ഞങ്ങളൊന്നും അറിയാതെ അവൾക്ക് കൊടുത്ത സ്വർണം വിറ്റിട്ട് 3 ലക്ഷം രൂപ ഇട്ട്. അപ്പോൾ പിന്നെ അവളെ ഭർത്താവ് കള്ളുടിച്ച് വന്നിട്ട് അവളെ അടിച്ച് ഞങ്ങളെ വീട്ടിൽ കൊടുന്നാക്കി. അപ്പോൾ മാനസികമായ അച്ഛനാണ്. അച്ഛന് സഹിക്കാൻ പറ്റാതായപ്പോൾ അച്ഛൻ തൂങ്ങി മരിച്ചു. ഇതുവരെ ആ പൈസ കിട്ടിയില്ലാതെ അവളോട് അവളെ വീട്ടിൽ ചെല്ലണ്ടെന്നാ പറയുന്നത്. കോഴിക്കോട് നിവാസികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിക്ഷേപകരാണ് പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പർശ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉടമകൾക്കെതിരെ പരാതിയുമായി തൃശൂർ ACP ഓഫീസിലെത്തിയത്. സ്പർശ് ജ്വല്ലറി ആൻഡ് ഡയമണ്ട്സിന്റെ ഉടമകൾ തൃശൂരിൽ മറ്റൊരു നിക്ഷേപ പദ്ധതി ആരംഭിക്കുന്നുവെന്നറിഞ്ഞാണ് കോഴിക്കോടുള്ള വിവിധ ബ്രാഞ്ചുകളിൽ പണം നിക്ഷേപിച്ച് വഞ്ചിതരായവർ തൃശൂരിലെത്തിയത്. സ്പർശ ഗോൾഡ് ഡയമണ്ട് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു ബന്ധത്തിൽപ്പെട്ട ഒരാളെ ഒരു കസിനാണ്. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ ഇതിൽ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ 50,000 ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 80,000 കിട്ടുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ അത് 10 മാസം കൊണ്ട് അത് ദിവസം വെച്ചിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ പൈസ കയറിക്കൊണ്ടായിരിക്കും. അത് 10 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ പൈസ 80,000 നിങ്ങൾക്ക് വരും എന്നാണ്. അപ്പം നമുക്ക് മരുന്നൊക്കെ വാങ്ങുകയും ചെയ്യാം എന്നുള്ള നിലക്ക് ആദ്യം ഒരു 50,000 രൂപ ഇട്ട്. ആ 50,000 ഇട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു 6,000 രൂപയും കൂടെ ഇടണം. 2 കൊല്ലമായി അങ്ങനെ അതിട്ട്. അത് എന്തായാലും ഞങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഇങ്ങനെ പൈസ ഇങ്ങനെ വന്നുകൊണ്ട് നിന്ന്. അപ്പോൾ പൈസ വന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു പറഞ്ഞ് നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, ഒരു 2-3 ലക്ഷം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഏജൻറ്റ് പറഞ്ഞ്, ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ്, സാബിറ എന്നാ പേര്. അപ്പോൾ അവർ പറഞ്ഞ് 2-3 ഇട്ടോളി പറഞ്ഞു. അപ്പോൾ 2-3 എന്ന് പറഞ്ഞാൽ 2-3 ലക്ഷം. അങ്ങനെ 3 ലക്ഷം ഇട്ട്. ഞങ്ങൾ 3 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ദിവസം 2,720 വരും. 2,720 ദിവസം വരും. 2,720 വരും. അങ്ങനെ നിങ്ങൾക്ക് 10 മാസം കൊണ്ട് നിങ്ങൾക്ക് 5,10,000 കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്താക്കിയെന്ന് പറഞ്ഞാൽ അതിങ്ങനെ കുറച്ചിങ്ങനെ വരാൻ തുടങ്ങി. കുറച്ച് പൈസ ഇങ്ങനെ വരാൻ തുടങ്ങി. വന്ന് ഇങ്ങനെ ഒരു 4-5 മാസം ആ പൈസ അങ്ങനെ വന്ന്. പിന്നെ പെട്ടെന്ന് പൈസ നിന്ന്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ സാബിറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബജാജിൽ നിന്നൊക്കെ കുറച്ച് പൈസ എടുത്തോളി, 5 ലക്ഷം എടുത്തിട്ട് ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ 5 ലക്ഷത്തിന് നിങ്ങൾക്ക് 10 ലക്ഷത്തിൽ കിട്ടും, അതിലും കൂടുതൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യമാവില്ല, മരുന്നൊക്കെ വാങ്ങിക്കാലോ മോളെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പണിക്ക് നിന്നത്. പൈസയിൽ ഡബിൾ നിങ്ങൾക്ക് ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് പാവങ്ങളേക്കൊന്ന് വാങ്ങിയിട്ട് ഞങ്ങൾക്കും ഒരു വിറ്റുണ്ടായിക്കോട്ടെ, അവർക്കും കുറച്ച് കിട്ടിക്കോട്ടെ എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഇതിൽ വന്നത്. പക്ഷേ ഞങ്ങൾക്കും ഇല്ല, കൊടുത്ത അവർക്കും ഇല്ല. ഇവർ ഇത് മുങ്ങി നടക്കുകയാണ്. അവരെ പൊക്കൽ ഞങ്ങൾ അത്യാവശ്യമാണ്. 17 പ്രാവശ്യം പോയിട്ടുണ്ട്. അടുത്ത മാസം 10 ദിവസം കൊണ്ട് തരാൻ പറഞ്ഞിട്ട് ഇതാക്കില്ല. ഇവർ 3 ആൾ പോയിട്ട് ഞങ്ങൾ റൂമിലിട്ടിട്ട് പൂട്ടിയിട്ട് മെയിൻ ഓഫ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ വരെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അല്ല, ഇവിടെ എറണാകുളം എൻ്റെ പോക്കറ്റിന് എൻ്റെ പൈസ വരെ അവരടിച്ച് മാറ്റിയിട്ടുണ്ട്. ഉവൈസ് പറഞ്ഞ ആള് എൻ്റെ പോക്കറ്റിന് പൈസ വരെ എടുത്തിട്ടുണ്ട്. ഉവൈസ് സോഫിയ പറഞ്ഞ 2 പേരാണ്. നക്ഷത്ര ഹോട്ടലിൽ തങ്ങുന്ന ജ്വല്ലറി ഉടമകളെ നേരിൽ കാണാനും പുതിയ നിക്ഷേപകരോട് ചതി പറ്റരുതെന്ന് മുന്നറിയിപ്പ് നൽകാനും ശ്രമിച്ചത് വാക്കേറ്റത്തിനും ബഹളത്തിനും ഇടയാവുകയും തുടർന്ന് നിക്ഷേപകരെല്ലാം ACP ഓഫീസിലെത്തുകയുമായിരുന്നു. ഈ പൈസ അങ്ങനെ കൊടുത്തതിനെ കൊണ്ട് വീട് വരെ നഷ്ടമായി. ഒരാൾ നമ്മളെ കൊടുത്തിട്ടുള്ള ആൾക്കാർ തന്നെ ഒരു ഭർത്താവ് ഇങ്ങനെ തൂങ്ങി മരിച്ച്. എല്ലാവരും പല പ്രതിസന്ധികൾ. എന്നിട്ട് ഇപ്പോൾ പൈസ തരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ നടക്കുന്നത്. വേറെ പുതിയ ബിസിനസ്സായിട്ടാണ് ഇപ്പോൾ അവർ അറിയിക്കുന്നത്. പൊട്ടിക്കെടുക്കുന്ന സമയത്ത് തന്നെ പിന്നെയും ആൾക്കാരോട് പൈസ വാങ്ങി. ഇപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഇത്രയും പ്രശ്നമുള്ള സമയത്തും ഒരു പേര് മാറ്റിയിട്ട് ഇത് നമ്മൾ സ്പർശ ഗോൾഡ് മുഖാന്തരമാണ് പൈസ അടിച്ചത്. ഇപ്പോൾ വേറെ റോയൽ കാസിനോ എന്തോ ഒരു പേരിലൂടെ ഇപ്പോൾ വേറെ അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവിടെ ഈ MD അവിടെ ഉണ്ട്. MD ഇതുവരെ നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അപ്പോൾ ഹോട്ടൽക്കാർ പോലുമായിട്ട് എന്താ ബന്ധമുണ്ട്. അതുകൊണ്ട് MD ഇതുവരെ നമ്മളെ മുന്നിൽ പെട്ടില്ല. പോലീസുകാർ മുഖാന്തരം നമ്മളെ പുറത്താക്കി. അതാണ് ഇവിടെ നടന്നത്. അപ്പോൾ നമ്മളെ പല ആൾക്കാർക്ക് ഇത്ര 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം. ഞാൻ എൻ്റെ മോളത് ഇട്ടാണ് എൻ്റെ വൈഫിൻ്റെ പേരിൽ. ടോട്ടൽ 1.5 ലക്ഷത്തിൻ്റെ അടുത്തുണ്ട്. അതിൽ കുറേ ആളുകളെ പൈസ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പറഞ്ഞു നമ്മൾ പുതിയൊരു ഫേം RRG എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഫേം തുടങ്ങുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിൽ നിന്ന് കുറേ ആളുകളെയൊക്കെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് തരാം, എന്നിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ RRG അപ്പോൾ ആളുകളുടെ എന്താ വിചാരിച്ചോ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പൈസ കിട്ടുമല്ലോ. പക്ഷേ ഈ RRGയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടും നടന്ന അവസ്ഥ വേറെ തന്നെയാണ്. പിന്നെ അവർ അടുത്തൊരു കമ്പനിയിൽ നിന്ന് പറഞ്ഞ വേറെന്തോ അങ്ങനെ വേറെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത തട്ടിപ്പ് ഇവർ ഇറങ്ങിയിരിക്കുന്നതാണ് റോയൽ കാസിനോ എന്ന് പറഞ്ഞിട്ട്. രാകേഷ് എന്നാണ് അവൻ്റെ പേര്. രാജേഷ് ജേഷ്ണു അനിയനുമാണ്. അതായത് ഇത് എന്ന് പറയുന്നത് പക്ക ഫ്രോഡ് തട്ടിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയേക്കണത്. അവർ കല്യാണത്തിന് ഒരു കുട്ടി ആഭരണം എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ഏൽപ്പിച്ചാണ്. കുറച്ച് ഗഡുക്കളായിട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ തരുന്ന 2-3 പ്രാവശ്യമായിട്ട് തന്നു. കുറച്ച് പണ്ടും
ബാക്കി പൈസ ഒക്കെ അവരെടുത്ത് ഇരിപ്പാണ്, നമുക്ക് തരുന്നില്ല. അവർ 1.5 കൊല്ലമായി ഇപ്പോൾ അങ്ങനെ പെട്ട് കിടക്കുകയാണ്. അത് 23 റുപ്യ, 22 1.5 മിനിറ്റും അത് കൂട്ടിയിട്ട് 23 റുപ്യ അവരെടുത്ത് ഡിപ്പോസിറ്റാണ്. അതിലേക്ക് ഇപ്പോൾ ഇവിടെ 23 ലക്ഷം, അതിലൂടെ ആകെ 8.5 പവന് തന്നിട്ടുള്ളൂ. ബാക്കി പൈസ ഫണ്ടൊന്നും തന്നിട്ടില്ല. 1.5 കൊല്ലമായി എന്നെ കയറാക്കണം. ഇപ്പോൾ ഈ ജൂലൈ മാസമാണ് എൻ്റെ പേരക്കിട്ട കല്യാണം. എനിക്കിപ്പോൾ കൊടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യണം, എൻ്റെ ഇരിപ്പിടം വിറ്റിട്ടാണ് പൈസ കൊടുക്കുക. കല്യാണം നിർത്താൻ പറ്റും, അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടിയുള്ള വിഷമത്തിലാണ്. കൂടുതൽ നടപടികൾക്കായി പോലീസിന്റെ ഉന്നത തലങ്ങളിലേക്ക് പരാതി നൽകാൻ ACP നിർദ്ദേശിച്ചതായി നിക്ഷേപകർ പറഞ്ഞു. TCV തൃശൂർ.